കേരള പ്രസ് അക്കാദമിക്ക് കുറഞ്ഞൊരു കാലത്തിനുള്ളിൽ ഒരു പത്രപ്രവർത്തക മുഖം നൽകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ചെയർമാൻ ഉദ്ഘാടകൻ ശ്രീ SR ശശിധരൻ, മാധ്യമ രംഗത്തെ അതിപ്രമാണികളായ ദൂരദർശൻ ഡയറക്ടറായിരുന്ന, ആകാശവാണി ഡയറക്ടറായിരിക്കുന്ന, ഇപ്പോൾ മൈസൂറിൽ ഇഗ്നോയുടെ ഡയറക്ടറായിരിക്കുന്ന CP രാജശേഖരൻ, ആകാശവാണിയിലെ ഏതാണ്ട് ഒരു കാലത്തെ അവസാന ശബ്ദമായിരുന്ന ശ്രീ A പ്രഭാകരൻ, ദീപികയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായി ഇന്നും പ്രവർത്തിക്കുന്ന എന്റെ പഴയകാല സഹപ്രവർത്തകൻ ശ്രീ സബി ആന്റണി, ഹിന്ദു ബിസിനസ് ലൈനിന്റെ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് മാത്രമല്ല പബ്ലിക് റിലേഷൻ വിഭാഗത്തിന്റെ, പ്രത്യേകിച്ച് റബ്ബർ ബോർഡിന്റെ പബ്ലിക് റിലേഷൻ ഡയറക്ടറായിരുന്ന ശ്രീ A അരവിന്ദൻ, പത്രപ്രവർത്തനത്തെ വിദ്യാർത്ഥികളെ വളർത്തി ഉയർത്തി എടുക്കുന്ന കാര്യത്തിൽ പ്രസ് ക്ലബിലൂടെയും ഇപ്പം തിരുവല്ലയിലെ സ്ഥാപനത്തിലൂടെയും ഒക്കെ ശ്രമിക്കുന്ന സാഹിത്യകാരനായ സിനിമാ മേഖലയിലേക്ക് ശ്രദ്ധേയനായ ശ്രീ തേക്കിൻകാട് ജോസഫ്, ദീപികയുടെ ബ്യൂറോ ചീഫായ റെജി പഴയടം സ്വാഗതം പറയുന്ന ഏതെങ്കിലും ചടങ്ങിൽ എവിടെയെങ്കിലും വിളിച്ചാൽ ഞാൻ പോകുമെന്ന് ഇന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളൊക്കെയാണ് ആനയെ കൂനയാക്കുകയും കൂനയെ ആനയാക്കുകയും ചെയ്യുന്നത്. അതിനേക്കാൾ മിടുക്കരായി അറിയാവുന്ന റെജി, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പത്രപ്രവർത്തന വിദ്യാർത്ഥികളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, 25 വർഷക്കാലമായിട്ട് കോട്ടയത്തെ സാംസ്കാരിക മേഖലയ്ക്ക് തൊടുകുറിയായി വർത്തിക്കുന്ന ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പുസ്തകമേള, അന്താരാഷ്ട്ര പുസ്തകമേള, കോട്ടയത്തിന്റെ തന്നെ ഒരു അഭിമാനമായ ഒരു പ്രതിഭാസമായി മാറിയിരിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായി തുടർക്കഥ പോലെ എല്ലാ വർഷവും നടക്കുന്ന ഒരു ചടങ്ങാണ് ഈ മാധ്യമ സെമിനാർ. മാധ്യമ ശക്തിയെ പറഞ്ഞവർക്ക് സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞിട്ട് പോവുകയാണ്. മാധ്യമ സെമിനാർ എവിടെയുണ്ട്? ഇന്നിപ്പോ കഴിഞ്ഞു 4 മണിക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു മാധ്യമ സെമിനാർ ഏറ്റുമാനൂരിൽ, അപ്പവും നാളെ അസംഷൻ കോളേജിൽ മാധ്യമ സെമിനാർ, മറ്റന്നാൾ പബ്ലിക് ലൈബ്രറിയിൽ. ഇപ്പൊ മാധ്യമ സെമിനാർ, മാധ്യമങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പത്രങ്ങളില്ലാത്തൊരവസ്ഥയെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമുക്ക് എല്ലാവർക്കും പരാതിയുണ്ട്. മനോരമയിൽ വരുന്ന വാർത്തയെപ്പറ്റി ദേശാഭിമാനിക്കാർക്കുണ്ട്, ദേശാഭിമാനി വരുന്ന വാർത്തയെപ്പറ്റി കുടിക്കടക്കാർക്കുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസുകാർക്കുണ്ട്, BJPക്കാർക്കുണ്ട്. ഒരു പത്രം ഒരു കാര്യം അറിയണമെങ്കിൽ പല പത്രങ്ങൾ വായിച്ച് അരിച്ചു പറക്കിയെങ്കിൽ മാത്രമേ അത് ഉൾക്കൊള്ളാൻ കഴിയൂ എന്നുള്ള ഒക്കെ പരാതികളുണ്ടെങ്കിലും ഈ പത്രങ്ങളില്ലാത്ത അവസ്ഥയെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇന്ന് ഈ സമൂഹത്തിൽ കാണുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും പൊരാമറിച്ചിലുകൾക്കും അല്പമൊക്കെ തീ പകരുകയും അതുപോലെ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നത് ഈ പത്രമാധ്യമങ്ങളാണ്. എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളുടെ വെല്ലുവിളി എന്ന് വെച്ചാൽ ലോകം തന്നെ ഇപ്പോഴും എന്താ കാണുന്നത്? ലോകത്ത് തന്നെ ജനങ്ങൾ എല്ലാ രീതിയിലും ഭയചകിതമായ ഒരവസ്ഥയിലാണ്. വെല്ലുവിളികളുള്ള വെല്ലുവിളികളും നടുവിലാണ്. ഇര തേടി പിടയുന്ന പ്രാണനുമായിട്ടാണ് വ്യക്തികൾ ഏത് സമൂഹത്തിലും എവിടെയും, കോട്ടയത്തായാലും ബൊംബെയിലായാലും ന്യൂയോർക്കിലായാലും ലണ്ടനിലായാലും കഴിയുന്നത്. നിങ്ങൾക്കറിയാം, 4-5 ദിവസങ്ങളായി മുംബൈയിൽ നടക്കുന്ന ഈ സംഭവ പരമ്പരകള് കിരാതമായ ഭീകര ആക്രമണങ്ങളുടെ പരമ്പര, അതിന്റെ പരിണതപരമായി ജനങ്ങൾ വീർപ്പുമുട്ട് നിൽക്കുന്നു. അവിടെ നിങ്ങൾ കണ്ട ഞാൻ ഒരു കാര്യം പറയാം. എന്തായാലും ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ 12ാം ക്ലാസ് പഠിക്കുന്ന 9ാം ക്ലാസ് പഠിക്കുന്ന 2 ആൺപിള്ളേര് കഴിഞ്ഞ 3 ദിവസമായി ഊണും ഉറക്കവും ഒഴിഞ്ഞ് ഈ ടിവിയുടെ മുമ്പിൽ നിന്ന് കാണുകയാണ്, ലൈവ് ഷോ കാണുകയാണ്. ക്രൈം ത്രില്ലർ സിനിമ കാണുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ബോളിവുഡ് സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ളത് പോലെ ഹെലികോപ്റ്ററിൽ നിന്ന് പോലീസുകാരെ വന്ന് ഡ്രോപ്പ് ചെയ്ത് അവരെ രക്ഷപ്പെടുത്തുന്ന, അക്രമികളെ രക്ഷപ്പെടുത്തുന്ന സംഭവങ്ങൾ ഒരുപക്ഷെ സിനിമയിൽ മാത്രം കണ്ടത്. നേരിട്ട് കാണാനുള്ള ഭാഗ്യമല്ല, ദുർഭാഗ്യം നമുക്കുണ്ടായി എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് എല്ലായിടത്തും വെല്ലുവിളികളാണ്. പക്ഷെ എനിക്ക് തോന്നുന്ന വെല്ലുവിളി ഇങ്ങനെയൊക്കെ ഒരു മത്സരത്തിനിടയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ മത്സരത്തിനിടയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ, വായനക്കാർക്ക് ഈ വാർത്തകളിലുള്ള വിശ്വാസ്യത കുറയുന്നു എന്നുള്ള സത്യം. ഇന്നൊരു പത്രത്തിലോ ഒരു ചാനലിലോ ഒരു എക്സ്ക്ലൂസീവായി
ഒരു വാർത്ത വന്നാൽ അല്ലെങ്കിൽ മന്ത്രി രാജിവെക്കുന്നു, ശിവരാജ് പട്ടിയിൽ രാജിവെച്ചു എന്ന് ഏതെങ്കിലും ഒരു ചാനലിലോ ഒരു പത്രത്തിലോ മാത്രം എക്സ്ക്ലൂസീവായി വന്നാൽ ആളുകൾ രണ്ടു വട്ടം ആലോചിക്കും, ശരിയാണോ അത് ശരിയാണോ എന്ന്. ഒരു പത്രമോ ഒരു ചാനലോ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മാധ്യമ രംഗത്തുള്ള ഈ മത്സരം ഉണ്ടല്ലോ, ആ മത്സരം വഴി ഉണ്ടായിട്ടുള്ള പൊരാമർശലായി, ഒരു പ്രതിസന്ധിയായി, ഒരു വെല്ലുവിളിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആളുകൾക്ക് ഒരു വിശ്വാസ്യത, ക്രെഡിബിലിറ്റി കുറഞ്ഞു വരുന്നു. കാരണം ഈ ഒട്ട മത്സരമാണ്. പ്രത്യേകിച്ച് ചാനൽ വിഷ്വൽ മീഡിയ കൂടെ വന്ന വിഷ്വൽ ചാനൽ കൂടി വന്നപ്പോൾ അവിടെ എന്തെങ്കിലും നടന്നാൽ നമുക്കറിയാം ചാനലുകൾ യാതൊരു കൺട്രോളുമില്ല. ഇപ്പൊ ഇവിടെ സാധനം ഉണ്ടെങ്കിൽ ഈ വടി ഇങ്ങനെ കൊണ്ട് കാണിച്ചാൽ ഇത് ലോകം മൊത്തം കാണുകയാണ്. മുംബൈയിൽ നിന്ന് മുംബൈയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് കാണിച്ചാൽ ലോകമെമ്പാടും കാണുകയാണ്. അവിടെ എഡിറ്റിംഗ് ഇല്ല, അവിടെ ആരും സ്ക്രീനിങ് ഇല്ല, അവിടെ കാണുന്നത് ഏത് വേണമെങ്കിലും കാണിക്കാം. ഒരുപക്ഷെ താജ്മഹലിലെ അല്ലെങ്കിൽ താജ് ഹോട്ടലിലെ സംഭവം കാണിച്ച് ഇങ്ങേപ്പുറത്തോട്ട് വേറെന്തെങ്കിലും കാണിച്ചാലും അതായി മാറുന്ന അവസ്ഥയിലേക്ക് ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ആരും വിശ്വസിക്കുന്നില്ല. ആളുകൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു, വേർ ഈസ് ദ റിയൽ ന്യൂസ്, വാട്ട് ഈസ് ദ റിയൽ ന്യൂസ്? രണ്ടും എന്താണ് റിയൽ ന്യൂസ്, യഥാർത്ഥ ന്യൂസ്? അതുകൊണ്ട് ആളുകൾ വിചാരിക്കുന്നത് ന്യൂസ് ബീങ് സപ്ലൈഡ് ബൈ ദ മീഡിയ ഇസ് നോട്ട് റിയൽ, ദാറ്റ് ഇസ് ഡേഞ്ചറസ്, ദേ തിങ്ക് ദാറ്റ് ഇസ് അൺറിയൽ. ഇത് സത്യമല്ല എന്നുള്ളൊരു ബോധം വായനക്കാരുടെ ഇടയിലേക്ക് ഉണ്ടായിരിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്വം പത്രങ്ങളാണ്. അതിന് പ്രത്യേകിച്ച് കാരണം ഈ മത്സര ഓട്ടമാണ്. ഒരു പത്രത്തിൽ എന്തെങ്കിലും കാണിച്ചാൽ, കൂടുതൽ കാണിച്ചാൽ അപ്പുറത്തുള്ള ചാനലോ അപ്പുറത്തുള്ള പത്രമോ അതേക്കാൾ കൂടുതൽ അടിക്കും, അല്ലെങ്കിൽ എഴുതും, അല്ലെങ്കിൽ കാണിക്കും എന്നുള്ള ആ ചിന്തയിൽ നിന്നുണ്ടാകുന്ന ഒരു വല്ലാത്ത ഒരു വിപ്ലവംബരത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ എന്തും കൊടുക്കാതെ, ക്രെഡിബിലിറ്റി നോക്കാതെ, ഫാക്ട്സ് ആണോ സത്യമാണോ അസത്യമാണോ എന്ന് നോക്കാതെ നമ്മൾ വാർത്തകൾ ചാനൽ വഴിയായാലും പ്രിന്റ് മീഡിയ ആയാലും കൊടുക്കുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആളുകൾക്കും സംശയം, ഇത് ശരിയാണോ, ഈ വാർത്ത എങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത്. 4 പേര് പറഞ്ഞാലേ, എല്ലാ പത്രങ്ങളും കൂടെ വായിച്ചാലേ ഒരു വാർത്തയെ നമ്മൾ വിശ്വസിക്കുന്ന ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. ആ ഒരു അപകടമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇവിടെ പറഞ്ഞതുപോലെ ആളുകൾക്ക് പത്രത്തോട് താല്പര്യമുണ്ട്, മാധ്യമങ്ങളോട് താല്പര്യമുണ്ട്. ജനങ്ങൾ സ്വയം പത്രത്തിലേക്ക് ഇറങ്ങി വരുന്നു. അതാണ് ഈ സിറ്റിസൺ ജേർണലിസം എന്നൊക്കെ പറയുന്നത്. നിങ്ങളൊരു പക്ഷേ ഓർത്തിരിക്കുമോ, ലണ്ടനിൽ 16 തവണ ഒരിടത്ത് ലണ്ടൻ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 16 കേന്ദ്രങ്ങളിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായപ്പോൾ അതിന്റെ ഫോട്ടോകൾ ഗാർഡിയനിൽ ഉൾപ്പെടെ വന്നത് അവിടുന്ന് ആളുകളെടുത്ത് ഈ മൊബൈൽ ഫോൺ കൊണ്ടായിരുന്നു എന്ന് ഓർക്കുക. ലോകത്തിലെല്ലാ ഈ ഫോട്ടോ അയക്കുന്ന ഏജൻസികളും ആ ഫോട്ടോ നാട്ടുകാർക്ക്, അല്ലെങ്കിൽ ചാനല് ഈ ബ്ലാസ്റ്റ് നടത്തുന്നിടത്തല്ല ക്യാമറമാനില്ല, നടക്കുന്ന സംഭവം ആളുകൾ ക്യാമറയിൽ പകർത്തി, അല്ലെങ്കിൽ ക്യാമറയിലല്ല ഈ സെൽഫോണിൽ പകർത്തി അയക്കുകയായിരുന്നു. അപ്പൊ ആളുകൾക്ക് അതിൽ താല്പര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ആഗോള തലത്തിൽ തന്നെ സിറ്റിസൺസ് ജേർണലിസം എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർ തന്നെ വാർത്തകൾ ഉണ്ടാക്കുന്നു, അവർ തന്നെ പത്രമാധ്യമങ്ങളിലേക്ക് അയച്ചു കൊടുക്കുന്നു. നിങ്ങൾക്കറിയാം, CNN, IBN, NDTV ഒക്കെ ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന വാർത്തകൾ അവർ സംപ്രേഷണം ചെയ്യുന്നു. അപ്പൊ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ന്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജനങ്ങളാകുന്നു. ഒരു മീഡിയയുമായിട്ടുള്ള ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു റിലേഷൻ, ഒരു ഇന്ററാക്ഷൻ ടു ദ മാസസ്, ജനങ്ങളിലേക്ക് വാർത്ത ഉണ്ടാക്കുന്നവരുടെ പ്രൊഡ്യൂസർമാരായി മാറുന്ന അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ പത്രങ്ങളും മാധ്യമങ്ങളും ഇല്ലായിട്ടുള്ള സ്ഥിതി എന്താ നിങ്ങൾക്കറിയാമല്ലോ. സന്തോഷ് മാധവന്റെ കഥ. സന്തോഷ് മാധവൻ ഇന്റർപോളിന്റെ സെർച്ച് ലിസ്റ്റിൽ ഉണ്ട് എന്ന് ഏതോ പത്രക്കാര് ചോദിച്ചു 1 or 2 പത്രത്തിൽ ആദ്യ ദിവസം വന്നു. വളരെ സന്തോഷ് മാധവൻ നല്ല ഭംഗിയായി, ജടാധാരിയായി, ആർഷഭാരതത്തിന്റെ വൃഷപ്രോക്തമായ സംസ്കാരത്തിന്റെ വക്താവാണെന്നുള്ള വ്യാജേന അയാൾ CIBയുടെയും CBIയുടെയും സ്റ്റേറ്റ് പോലീസിന്റെയും ഓഫീസിലേക്ക് ഉന്നതന്മാരുടെ മുമ്പിലേക്ക് കയറി ചെന്ന് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, സന്തോഷ് മാധവൻ വളരെ നല്ലവൻ, ഇവൻ കേവലം എന്ന നിലയിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പോരുമായിരുന്നു. സന്തോഷ് മാധവന് ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെയും പത്രക്കാർ വെറുതെ ഇരുന്നില്ല. ഈ സെർച്ച് ലിസ്റ്റിൽ നിന്നും മറ്റു പല മാർഗങ്ങളിൽ നിന്നും നടത്തിയ വാർത്ത അന്വേഷണാത്മകമായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഇന്ന് ഈ സന്തോഷ് മാധവൻ എന്ന് പറയുന്ന ലോകം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കള്ളനെ പിടിച്ച് പോലീസുകാർ നാളെ ഇറങ്ങുമില്ലെന്ന് വേറെ കാര്യം. ഇന്ന് ജയിലഴിയിൽ ചുമ്പിൽ കിട്ടിയിരിക്കുന്നത്. പത്രങ്ങളില്ലാത്ത അവസ്ഥയെ പറ്റി ചിന്തിക്കാൻ കഴിയില്ല. ഇന്ന് ഈ കാണുന്ന കുഴപ്പങ്ങളും ഒക്കെ പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തില് ഏറ്റവും കൂടുതൽ പത്രപ്രവർത്തകര്
വെല്ലുവിളി നേരിട്ടത് അടിയന്തരാവസ്ഥ സമയത്താണ്. അവസാനം ആളുകൾക്ക് ഇഷ്ടപ്പെട്ട വാർത്തകളൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല, ഇഷ്ടപ്പെടാത്ത വാർത്തകൾ കൊടുക്കുവാൻ നിർബന്ധിതവുമായിരുന്നു. അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഞങ്ങളെന്നും ഒരു പത്രപ്രവർത്തകനായിരുന്ന